ഹായ് എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏപ്രിലെ കറണ്ട് അഫയേഴ്സാണ്. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം വൈക്കം സത്യാഗ്രഹം. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം വൈക്കം സത്യാഗ്രഹം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് തമിഴ്നാട്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. KR മീര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ S മണികുമാർ. ഓപ്പൺ AI-യും മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ്. ഓപ്പൺ AI-യും മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന AI സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ്. ഇന്ത്യൻ എയർഫോഴ്സ് അഭ്യാസമായ ഗഗൻശക്തി 2024 വേദി പോക്രാൻ. ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ മലയാളി ഷൈനി വിൽസൺ. 2024 ഫോബ്സ് ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് ബർണാഡ് അർണോൾഡ്. 2024 ഫോബ്സ് ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് ബർണാഡ് അർണോൾഡ്. അൽ ജസീറ എന്ന ന്യൂസ് ചാനൽ നിരോധിച്ച രാജ്യം ഇസ്രായേൽ. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം അരിസോണ. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം അരിസോണ. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് 2023 സമാപന ചടങ്ങുകളുടെ വേദി റോം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് 2023 സമാപന ചടങ്ങുകളുടെ വേദി റോം. PRL അഹമ്മദാബാദിൻ്റെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിൻ്റെ ഉപഗ്രഹം. PRL അഹമ്മദാബാദിൻ്റെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിൻ്റെ ഉപഗ്രഹം കാലിസ്റ്റോ. അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ. 2024 പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരം മീരാബായ് ചാനു. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരം മീരാബായ് ചാനു. കഞ്ചാവിൻ്റെ ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കാർ T സെൽ തെറാപ്പി നെക്സ്കാർ 19. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ കാർ T സെൽ തെറാപ്പി നെക്സ്കാർ 19. ആയുധ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാൾ. ആയുധ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാൾ. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന നാറ്റോ. 7.4 തീവ്രത സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് തായ്വാൻ.
7.4 തീവ്രത സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് തായ്വാൻ. സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാൾ. സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാൾ. എഫ്.സിയും DRDOയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം. SFCയും DRDOയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം. IWF ലോകകപ്പ് 2024 വേദി ഫുക്കറ്റ്. IWF ലോകകപ്പ് 2024 വേദി ഫുക്കറ്റ്. 2024 ഏപ്രിലിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ സ്ഥാനം 121. 2024 ഏപ്രിലിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ സ്ഥാനം 121. 2024 യൂബർ കപ്പ് തോമസ് കപ്പ് മത്സരങ്ങളുടെ വേദി ചെങ്ഡു, ചൈനയിലെ ചെങ്ഡു. 2024 യൂബർ കപ്പ് തോമസ് കപ്പ് മത്സരങ്ങളുടെ വേദി ചെങ്ഡു, ചൈന. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ജുവാൻ വിസൻ്റെ പെരസ്മൊറ. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ജുവാൻ വിസൻ്റെ പെരസ്മൊറ. അടുത്തിടെ 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തപ്പെട്ട ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. അടുത്തിടെ 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തപ്പെട്ട ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതിയ പേര് അധിക നികുതി. കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തുരുണി. കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തുരുണി. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ അന്താരാഷ്ട്ര ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ അന്താരാഷ്ട്ര ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു. പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസൾട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസൾട്ട്. പക്ഷികളും ഒരു മനുഷ്യനും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുരേഷ് ഇളമൺ. പക്ഷികളും ഒരു മനുഷ്യനും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുരേഷ് ഇളമൺ. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനം മിത്ത് വേർഡ്സ് റിയാലിറ്റി രജിസ്റ്റർ. മിത്ത് വേർഡ്സ് റിയാലിറ്റി രജിസ്റ്റർ 2024 പൊതു തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനം മിത്ത് വേർഡ്സ് റിയാലിറ്റി രജിസ്റ്റർ. 2023-24 സ്പാനിഷ് കോപ്പ ഡെൽ റേ കിരീടം നേടിയത് അത്ലറ്റിക് ബിൽബാവോ. 2023-24 സ്പാനിഷ് കോപ്പ ഡെൽ റേ കിരീടം നേടിയത് അത്ലറ്റിക് ബിൽബാവോ. നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ KSRTC ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ 1000 രൂപ. നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ KSRTC ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ 1000 രൂപ.
2024 ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ലഭിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ INS ഷർദ. 2024 ഓൺ ദി സ്പോട്ട് യൂണിറ്റ് സൈറ്റേഷൻ ലഭിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ INS ഷർദ. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പരിവർത്തൻ ചിന്തൻ എന്ന ട്രൈ സർവീസ് സമ്മേളനത്തിന് 2024 വേദിയായത് ന്യൂഡൽഹി. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പരിവർത്തൻ ചിന്തൻ എന്ന ട്രൈ സർവീസ് സമ്മേളനത്തിന് 2024 വേദിയായത് ന്യൂഡൽഹി. BBC-യുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്വകാര്യ കമ്പനി കളക്റ്റീവ് ന്യൂസ് റൂം. BBC-യുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന സ്വകാര്യ കമ്പനി കളക്റ്റീവ് ന്യൂസ് റൂം. 2024 ഏപ്രിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ റഷ്യൻ ബഹിരാകാശ പേടകം സോയൂസ് MS-24. 2024 ഏപ്രിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ റഷ്യൻ ബഹിരാകാശ പേടകം സോയൂസ് MS-24 സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ 1 മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് TSAT-1A. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കിസ് മീർ. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കിസ് മീർ. ഡൽഹി വന സംരക്ഷണ കമ്മിറ്റിയുടെ തലവനായി അടുത്തിടെ നിയമിതനായത് നജ്മി വാസിരി. ഡൽഹി വന സംരക്ഷണ കമ്മിറ്റിയുടെ തലവനായി അടുത്തിടെ നിയമിതനായത് നജ്മി വാസിരി. അടുത്തിടെ ഡാം തകർന്നതിനെ തുടർന്നുണ്ടായ പ്രളയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ പ്രദേശം ഒറൻബർഗ്. അടുത്തിടെ ഡാം തകർന്നതിനെ തുടർന്നുണ്ടായ പ്രളയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട റഷ്യൻ പ്രദേശം ഒറൻബർഗ്. അടുത്തിടെ അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് സെബാസ്റ്റ്യൻ പി. അഗസ്റ്റിൻ. അടുത്തിടെ അക്ഷയശ്രീ പുരസ്കാരത്തിന് അർഹനായത് സെബാസ്റ്റ്യൻ പി. അഗസ്റ്റിൻ. ടാലിവാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം നെപ്റ്റിസ് ഫിലിറ. ടാലിവാലി വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം നെപ്റ്റിസ് ഫിലിറ. ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടൽ ബൂത്ത് റാബ്ത. ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടൽ ബൂത്ത് റാബ്ത. ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് പഞ്ചാബിൽ ആരംഭിച്ച പോർട്ടൽ ബൂത്ത് റാബ്ത. സോംബി മയക്കുമരുന്ന് പ്രതിസന്ധിയെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം സിയറ ലിയോൺ. സോംബി മയക്കുമരുന്ന് പ്രതിസന്ധിയെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം സിയറ ലിയോൺ. UK-യിൽ വീശിയ കൊടുങ്കാറ്റ് കാത്ലീൻ. UK-യിൽ വീശിയ കൊടുങ്കാറ്റ് കാത്ലീൻ. IPL-ൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നീ 3 നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഏക താരം രവീന്ദ്ര ജഡേജ. IPL-ൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നീ 3 നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏക താരം രവീന്ദ്ര ജഡേജ. 77ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ പാം d'Or വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 77ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ പാം d'Or വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ.
അടുത്തിടെ സീ ഡോം എന്ന ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഇസ്രായേൽ. അടുത്തിടെ സീ ഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഇസ്രായേൽ. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ജഗ്ജിത് പവാഡിയ. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ജഗ്ജിത് പവാഡിയ. ഗാർഹിക ജോലിയിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. 2024 ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. 2024 ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. ന്യൂ ഷെപ്പേർഡ് 25 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ഗോപീചന്ദ് തോട്ടക്കുര. ന്യൂ ഷെപ്പേർഡ് 25 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ഗോപീചന്ദ് തോട്ടക്കുര. ഡസ്റ്റ് ലിങ്ക് 2024 വേദി ടെർമസ്. ഡസ്റ്റ് ലിങ്ക് 2024 ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഡസ്റ്റ് ലിങ്ക് 2024. ഡസ്റ്റ് ലിങ്ക് 2024 വേദി ടെർമസ്. ഉസ്ബെക്കിസ്ഥാനിലെ ടെർമസ് ആണ് ഡസ്റ്റ് ലിങ്ക് 2024 വേദി. ഡസ്റ്റ് ലിങ്ക് 2024 വേദി ടെർമസ്.